കണ്ണൂരിൽ ഇരിട്ടിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ചു. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് മയക്കുവെടി വെച്ചത്. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, മറ്റു വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ്? പുലിയെ മയക്കുവെടി വെച്ചു, വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘമായിരുന്നു അല്ലേ മയക്കുവെടി വെച്ചത്? ശരത്ത്, വയനാട്ടിൽ നിന്നുള്ള വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പുലിയെ മയക്കുവെടി വെച്ചത്. 2 റൗണ്ട് മയക്കുവെടി വെച്ചു. ഇപ്പോൾ ഈ പുലി മയങ്ങിയിട്ടുണ്ട്. അതിനെ അല്പസമയത്തിനകം തന്നെ കൂട്ടിലേക്ക് മാറ്റും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഒരു 100 മീറ്റർ മാറി ബാരിക്കേഡ് സ്ഥാപിച്ച് വനവകുപ്പും പോലീസും ഇവിടെ മാധ്യമങ്ങളെ ഉൾപ്പെടെ ആ പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. പക്ഷേ മയക്കുവെടി വെച്ച് പുലി മയങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം വനവകുപ്പ് ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതിനെ കൂട്ടിലേക്ക് മാറ്റും എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം. ഇന്ന് പുലർച്ചെയാണ് ഈ ഇരിട്ടി കാക്കയങ്ങാട് ടൗണിനടുത്തുള്ള സ്ഥലത്ത് പുലിയെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇവിടെയുള്ള വീട്ടുകാർ പോയപ്പോൾ അവിടെ ഒരു ജീവി കുടുങ്ങിക്കിടക്കുന്നതായും പിന്നീട് വിശദമായിട്ടുള്ള പരിശോധനയിൽ അത് പുലിയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുകയുമായിരുന്നു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അടിയന്തരമായി തന്നെ വിവരമറിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇവിടെ സുരക്ഷാ വലയവും മറ്റും തീർത്തു. അതിനുശേഷമാണ് വയനാട്ടിൽ നിന്നുള്ള ഈ മയക്കുവെടി സംഘം, ഫോറസ്റ്റ് സർജൻ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുകയും ഇപ്പോൾ മയക്കുവെടി വെക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതൊരു ജനവാസ മേഖലയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നേരത്തെ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് ആ രീതിയിലുള്ള ഒരു ആശങ്ക കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പുലിയെ മയക്കുവെടി വെച്ചതോടുകൂടി ആശങ്ക അകന്നിട്ടുണ്ട്. ശരി, സന്തോഷാണ് വിശദാംശങ്ങൾ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് നൽകിയത്.